ഇതേപോലെ മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ ഇങ്ങനെ നല്ല അല്ലേ? ഒരുപാട് വിളിക്കാറുണ്ട്, ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഞങ്ങൾ ഏത് ഓഡിയൻസാ കൂടുതല്? ഫാമിലി ഫാമിലി ഓഡിയൻസാ അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങള്, പിന്നെ വയസ്സായ അമ്മമാർക്ക് ഏജഡ് ആയിട്ടുള്ള ആൾക്കാർ, കുഞ്ഞുങ്ങള് ഞങ്ങൾക്ക് നല്ല ഒത്തിരി ഫാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് അതെ വിളിക്കാറുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ. പുറത്തൊക്കെ ഇറങ്ങുമ്പോ തിരിച്ചറിയാ ഒരുപാട്. അതായത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി ഓഡിയൻസ്. കാരണം ഫാമിലി ആയിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഫാമിലി ആയിട്ട് ഇരുന്ന് എല്ലാവർക്കും കാണാം. അതിൽ പിന്നെ വേറെ ഒരു കുഴപ്പങ്ങളില്ല. അതുകൊണ്ട് മക്കളായിട്ടും അമ്മമാർക്കും എല്ലാവരും ഇരുന്ന് കാണാം. അപ്പൊ അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഫാമിലി ഓഡിയൻസ് അവർ മക്കളായിട്ടൊക്കെ ഒന്ന് പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് വന്ന് ഞങ്ങളടുത്ത്. ഇന്നിപ്പോ തന്നെ ലുലു മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയും ഞങ്ങൾക്ക് ഭയങ്കര, എവിടെ പോയാലും ഇപ്പൊ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, വന്ന് സെൽഫി എടുക്കുന്നുണ്ട്, ഭയങ്കര നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതെ, ഇപ്പൊ ഈ ലൈക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇങ്ങനെ ആക്റ്റീവ് ആയതിനു ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഒരുപാട്. എന്താ പറയാ, ഞങ്ങള് എന്താ പറയാന്, ഇപ്പൊ ഞങ്ങള് എന്താ പറയാ, നമ്മളിപ്പോ ഒരു 2-3 വർഷത്തിന് മുമ്പ് നമ്മളിപ്പോ പുറത്തോട്ടൊന്ന് ഇറങ്ങിയാൽ നമ്മൾ ആരും തിരിച്ചറിയുന്നൊന്നുമില്ല. ഇപ്പോഴതല്ല സ്ഥിതി. ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങുമ്പോൾ, കാരണം ഞാൻ ചില സമയത്ത് ഞങ്ങൾ റോഡിലൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് വണ്ടിയിൽ പോയിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരും. നമ്മളെ കണ്ടോണ്ടേ തിരിച്ചു വന്ന് വണ്ടി അയ്യോ ചേട്ടാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വണ്ടി വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ അവിടെ വെച്ച് വഴക്ക് കൂടുന്നുണ്ടോ ഇല്ലയോ അങ്ങനത്തെ. അപ്പൊ നമുക്ക് കാരണം അതൊരു 3-4 വർഷത്തിന് മുമ്പുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴും. കാരണം എന്താ വെച്ചാൽ നമുക്ക് എൻ്റയർലി നമ്മുടെ ലൈഫിലൊരു നല്ലൊരു ചേഞ്ചിങ്ങും വലിയതായിട്ടുള്ള നല്ലൊരു മാറ്റവും എന്തായിരുന്നു ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് എന്താ പറയാൻ, ഈ ഒരു ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം അല്ല, നമ്മുടെ ഒരു കഴിവ്. അതെ, ബമ്പർച്ചിരിയിൽ പോയിട്ടുണ്ട്, ഞങ്ങൾ സ്കിറ്റ് ചെയ്തു, മക്കളും ചെയ്തു. പിന്നെ വിളിക്കുന്നുണ്ട്, മറ്റേ ഇതിൽ ഐറ്റം വേറയിൽ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങക്ക് സമയക്കുറവിന്റെ ഒരു ഇത് കൊണ്ട് പോകാൻ പറ്റാതെ പോണം. ഈ ബമ്പർച്ചിരിയിലായാലും ഫസ്റ്റ് ഇങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ നമ്മള് ഫോണിൽ എടുക്കുന്ന പോലെ അല്ലല്ലോ, സ്റ്റേജിൽ കയറി നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ലല്ലോ, അതിന് ചുറ്റിലും ഇഷ്ടംപോലെ ക്യാമറാസും ഒക്കെ അല്ലേ, ലൈറ്റ് ഭയങ്കര. അതൊരു ഫ്ലോറ്, അതൊരു വേറൊരു ഫീല്. അത് നമ്മള് ലൈഫ് നമ്മൾ അങ്ങനെ കളിക്കണം. അത് ലൈഫിൽ ആ ടൈമിൽ നമ്മൾ ലൈഫ് താഴായിട്ട് കളിക്കണം. ഇതിലിപ്പോ നമുക്ക് ഒരുപാട് ടേക്കും കട്ടും ചെയ്ത് കഴിയുമ്പോ ഒരു കോൺഫിഡൻസ് കൂടും അല്ലേ, ഭയങ്കര കോൺഫിഡൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര അവിടെ എന്ത് കിട്ടുന്നു എന്ത് കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷയമല്ല, നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് അത് നമ്മുടെ അസറ്റ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. അതെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു നിങ്ങൾ ആ 2020 വീഡിയോസ് ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞത് തന്നെ എടുത്തൊരു ബെസ്റ്റ് ഡിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഉറപ്പായിട്ടും ഞങ്ങള് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, നമ്മളിതൊരു കരിയർ ആയിട്ടോ നമ്മുടെ ഒരു സംഭവമായിട്ടോ ചെയ്യാൻ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യമല്ല. പിന്നെ അയൽവക്കാര് ചെയ്യപ്പോ ഇപ്പുറത്തെ അയൽവക്കാർക്ക് കുശുമ്പാർന്നല്ലേ, അത് അവിടെ വെച്ച് തുടങ്ങിയതാണ്. അയ്യോ അങ്ങനെയല്ല, അങ്ങനെ തുടങ്ങിയതാണ്. ചെയ്യുമ്പോഴത്തേക്കോ ക്യാമ്പിലുള്ളവര് അമ്മയ്ക്ക് അങ്ങനെ കഴിവുണ്ടായിട്ട് അമ്മ ഇങ്ങനെ ചെയ്യാതിരിക്കുക, അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷെ അതൊരു കോമ്പറ്റീഷൻ നല്ലതല്ലേ എപ്പോഴും, അതുകൊണ്ടാണല്ലോ അല്ലെ ഒരാൾ നല്ലതായിട്ടുള്ള കോമ്പറ്റീഷൻ ചെയ്യുക. ഇതിപ്പോ മറ്റുള്ളവരാ നല്ല സാധനങ്ങൾ നമ്മൾ ചെയ്യുക, അതാണ് നമ്മൾ. അല്ലാതെ നമ്മൾ എല്ലാം ചെയ്യുന്നത് നമ്മൾ ചെയ്യണമെന്നില്ല, അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എടുക്കുക ലൈഫിൽ, അത്രേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് ഫാമിലി ട്രിപ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ? ഞങ്ങള് ആക്ച്വലി ഒരുപാട് അങ്ങനെ ഫാമിലി ട്രിപ്പ് ആക്ച്വലി നമുക്ക് ഇതുവരെ അതിനുള്ള സംഭവം കിട്ടിയിട്ടില്ല, ടൈം കുറവാണ്. കാര്യം ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ, കാരണം സോഷ്യൽ മീഡിയ അറിയാലോ, നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കണം. നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ പോയി അതാണ് സോഷ്യൽ മീഡിയ പോവും. അപ്പൊ നമുക്ക് നമ്മളെ കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ നമ്മളിപ്പോ ഒരു കുറച്ച് ഞങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയായിരുന്നാലും ഒരു 4-5 ഷോർട്സ് നമുക്ക് ഡെയിലി ചെയ്യണം. കാരണം 3 പ്ലാറ്റ്ഫോമിലും നമുക്ക് റീൽസ് പോകണം. അപ്പൊ ഒരു 4-5 ഷോർട്സ് നമുക്ക് ഡെയിലി ചെയ്യണം. അപ്പം പിന്നെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ ഇനി ഈ പറഞ്ഞ മാതിരി വെക്കേഷൻ ടൈം ഒക്കെ ആവുമ്പോഴും നോക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് അവിടെ ഇവരില്ലാണ്ട് ചേട്ടൻ എത്ര വർഷം നിന്നിട്ടുണ്ടായി? ഇവരില്ലാണ്ടെന്ന് പറയുമ്പോ ഞാന് 19 വയസ്സിൽ കയറി, അത് കഴിഞ്ഞ് 10 വർഷം സർവീസ് കഴിഞ്ഞാണ് പുള്ളിയെ കല്യാണം കഴിക്കുന്നത്. അത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5-6 വർഷം ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചെന്നായിരുന്നു. അതെ, ആ ഒരു തീരുമാനം എടുക്കാനായിട്ട്
അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടിയായിരുന്നു അങ്ങനത്തെ കാരണം വിശദീകരിക്കണ്ട ഞാനായിരുന്നു കൊണ്ടുപോയാലേ പറ്റുള്ളൂ അങ്ങനെ ഒരു കടുംപിടുത്തം പക്ഷെ അതല്ലേ നല്ലത് അല്ലേ? ആദ്യം പഠിച്ച് വേണ്ട ചിലപ്പോ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് നമ്മളത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിനുള്ള സിറ്റുവേഷൻ കൂടെ നമുക്ക് ക്രിയേറ്റ് ആവും. ആ ഫാമിലി വെക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടിയാലേ അത് പറ്റത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും പോസിബിൾ അല്ല. ഫാമിലിയൊക്കെ പറ്റുമെന്ന് ഇവിടെ അപ്പൊ ലാസ്റ്റ് ഭാഗ്യത്തിന് ലാസ്റ്റ് ഒരു 5 വർഷം എനിക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കിട്ടി. അതെ. അപ്പം വന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ പോസ്റ്റിംഗ് ആയി പോകുന്ന സമയത്ത് തന്നെ ക്വാർട്ടേഴ്സ് എല്ലാം അലൗഡ് ആയി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്തായിരുന്നാലും ലാസ്റ്റ് ഇനിയിപ്പം എന്തായിരുന്നാലും ഒരു 5 വർഷം കൂടെ ചെയ്ത് വരിക എന്നുള്ളത് നമ്മള് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇവരെയും കൂടെ അവിടെ കൊണ്ട് അതെ 5 വർഷം എന്തായിരുന്നാലും ഒന്നിച്ച് നിൽക്കാന്നുള്ള പിന്നെ അങ്ങനെ വരെ കൊണ്ടുപോയി 5 വർഷം അത് പിള്ളേർക്കായാലും എന്തായാലും അവിടെ നിന്നുകൊണ്ട് ലാംഗ്വേജ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റി. പിന്നെ ഹിന്ദി നന്നായിട്ട് പോയണ്ടാണല്ലോ നമ്മളിന്ന് അതെ ഇല്ല ഒരിക്കലും ഞങ്ങൾ അറിയത്തില്ല. കാര്യം വെച്ചാൽ കാരണം ഇത് സ്റ്റാർട്ടിങ് അതാണല്ലോ, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇതൊരു ചെയ്ത വീഡിയോസിന്റെ കൂട്ടത്തില് ഏറ്റവും വ്യൂസ് കിട്ടിയ വീഡിയോ ഏതാ? ഏറ്റവും വ്യൂസ് ഇപ്പൊ ഞങ്ങളുടെ ഒരു പ്രേം ക്യാരക്ടർ മെമ്പർ സരള ഞങ്ങൾ തന്നെ ഇറക്കിയ ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ അത്യാവശ്യം നല്ലൊരു നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് സംഭവം കിട്ടുന്ന ഒരു ക്യാരക്ടറാണ്. അത് വെച്ചുകൊണ്ട് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മില്യൺ വ്യൂസ് നമുക്ക് മെമ്പർ സരളയുടെ എല്ലാ വീഡിയോസും അതെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ടോ? ഒത്തിരി ഈ ഇലക്ഷൻ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ തോറ്റു എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വെച്ചത്. ഇപ്പൊ പുള്ളി തോറ്റു നിൽക്കുക, മെമ്പർ അല്ല, ഒരു വോട്ടിന് തോറ്റു. അത് വെച്ചിട്ട് 2-3 കണ്ടന്റ് വന്നു കഴിഞ്ഞു. പിന്നെ അതിനൊക്കെ കണ്ടിന്യൂറ്റി ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വരും. പിന്നെ ഞങ്ങള് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വ്യൂസ് കിട്ടിയ ഒരു വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ലിപ്സിംഗ് ആയിരുന്നു. ഞങ്ങള് ഒരു എനിക്കൊന്ന് കോമഡി സ്റ്റാറിലെ ഒരു ഇതാണെന്ന് തോന്നുന്നു. അത് ഞങ്ങൾ എടുത്ത് ലിപ്സിംഗ് ചെയ്തു. ഞാനിങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ വഴക്കൂടുന്നതും എന്നെ പിടിച്ച് ഞാൻ ഒരു കൊക്കയെന്ന് താഴെ പോകുന്നു അതുപോലെയൊക്കെ അതിൽ ഫീൽ ചെയ്യുന്നു. പക്ഷെ അതല്ല സംഭവം. പക്ഷെ അത് ഞങ്ങൾക്ക് അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു എനിക്കൊരു 100 മില്യന്റെ മുകളിൽ പോയത് യൂട്യൂബിനകത്ത്. 100 മില്യന്റെ മുകളിൽ ഇപ്പോഴും അത് റണ്ണിങ് ആണ്. 100 മില്യന്റെ മുകളിൽ പോയി ആ വീഡിയോ. ആ ഒരൊറ്റ വീഡിയോ തന്നെയാണ് ഞങ്ങളുടെ യൂട്യൂബെല്ലാം ഞങ്ങൾക്ക് മോണിറ്റൈസ് ആയി. ഒരൊറ്റ വീഡിയോ ഉണ്ട്, അതിപ്പോഴും നമുക്ക് ഒരു അറിയോ അത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇങ്ങോട്ട് വരെയാണ് പെട്ടെന്ന് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ കൊക്കയെന്ന് ഇങ്ങനെ പിടിച്ച് തള്ളയാണ്. വീഴാൻ പോകുന്ന അതിൽ മരത്തിൽ കയറി ഞാൻ പിടിക്കും. അപ്പൊ എല്ലാരും വിചാരിച്ചു കൊക്കയ്ക്കകത്ത് പോയി എന്നൊക്കെ എന്നുള്ളൊരു എങ്ങനെ ധൈര്യം വന്ന് തള്ളാൻ എന്നുള്ള ഒരു ഇതായി. പക്ഷെ അത് കാണുന്നവർക്ക് നന്നായിട്ട് തന്നെ അത് എല്ലാരും ശരിക്കും വിചാരിച്ചത് ഭയങ്കര കുഴിയാണ്. പക്ഷെ അത് ഭയങ്കര കുഴിയൊന്നും അല്ല. അടിപൊളി. ആ ഒരു വീഡിയോ ആണ് നമ്മുടെ ക്യാമറയുടെ ആംഗിളിന്റെ ഗുണം അത്രയും പേര് തെറ്റിദ്ധരിച്ചത്. അത് പിറ്റേന്ന് പരീക്ഷയായിരുന്നു. ഭയങ്കര കയ്യും കാലും പിടിച്ച് വന്നെടുത്ത വീഡിയോ അത് ഇപ്പോഴും നമുക്ക് ഓർമ്മയില്ല. സാധാരണ പിള്ളേര് ഫോൺ എടുക്കുമ്പോ പരീക്ഷയെ പോയി പഠിക്കണമെന്ന് പറയും. അങ്ങനെ പറഞ്ഞായിരുന്നു എല്ലായിടത്തും എന്നെ പഠിക്കാനും സമ്മതിക്കൂല പറഞ്ഞിട്ട് നടക്കും. പക്ഷെ ആ ഒരു ഒറ്റ റീല് ഞങ്ങളുടെ തലവര തന്നെ മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതെ. അപ്പൊ ഇവന് ഇത്തിരി ചാട കാണുമല്ലോ വീഡിയോ. അതിപ്പോഴും പറയും. ആണോ? ഞാൻ എടുക്കുന്ന വീഡിയോസിനെല്ലാം ഒരു ഇപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ പുള്ളിക്ക് സമയമില്ലാത്തോണ്ട് സാധാരണ ഇന്റർവ്യൂവിന് ഇവൻ കാണൂല. രാവിലെ വന്നോണ്ട് അതെ ഈ സമയത്തായതുകൊണ്ട് പിന്നെ KV ആയതുകൊണ്ട് ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്. സൺഡേ മാത്രമേ ക്ലാസ് ഇല്ലാതുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ മറ്റേ ഈ ഒരു സമയത്താണെങ്കിലും അല്ലെ ഇരുട്ടി. അപ്പൊ ഈ ഒരു സമയത്തായാലും ഇത്രയും നേരം ശ്രീഹരിയും കിട്ടി, എല്ലാവരെയും കിട്ടി. 4 പേരുമായിട്ട് ഒന്നിച്ച് ഇത്ര നേരം സംസാരിക്കാൻ പറ്റും. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പൊ ഞങ്ങളും അങ്ങോട്ട് പറയാണ് നല്ല രീതിയിൽ എന്താണ് നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്ന് ഞങ്ങളെ ഒരു ഇന്റർവ്യൂ ചെയ്തതിൽ ഞങ്ങളും ഒത്തിരി താങ്ക്സ്. താങ്ക് യു സോ മച്ച്.